ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ, ഇന്ന് മിസ് പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ എനിവേ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. ഫൈൻഡ് ഔട്ട് ദ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർ എനി അതർ ലാംഗ്വേജ് നോൺ ടു യു ഇൻ വിച്ച് ദ image formed in a plane mirror appears exactly like the letter itself. Discuss your finding. അതായത് നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ മിററിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ അത് അതേ ലെറ്റർ ആയിട്ട് തന്നെ, അതായത് വേറെ ഒന്നും അതിന്റെ ആ ഒരു സൈഡിന് ഒരു ചേഞ്ചോ ഒരു ഷിഫ്റ്റോ ഒന്നും കാണാതെ സെയിം ലെറ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്ലെയിൻ മിററിൽ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് വെച്ചാലും അതിന്റെ ആ ഒരു ഷിഫ്റ്റ്, ലാറ്ററൽ സൈഡിന്റെ ഷിഫ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന, അതായത് പ്ലെയിൻ മിററിൽ കിട്ടുന്ന ഇമേജസിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടത് കൈ പൊക്കുന്ന സമയത്ത് നമുക്ക് പ്ലെയിൻ മിററിൽ വലത് കൈ പൊക്കിയതായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം അവിടെ ഷിഫ്റ്റ് ഓഫ് ലാറ്ററൽ സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് മിസ് ഇവിടെ പറഞ്ഞു തരാം. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ് ലൈക്ക് AHIMO, TUVW, ഇവയൊക്കെ എങ്ങനെയാണ്, ഇവയുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണ്? എക്സെട്ര അപ്പിയർ ദ സെയിം വെൻ വി സീ ത്രൂ ദ പ്ലെയിൻ മിറർ. നമ്മൾ പ്ലെയിൻ മിററിൽ നോക്കുന്ന സമയത്ത് യാതൊരുവിധ ചേഞ്ചും കാണാത്ത കുറച്ച് ലെറ്റേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന A ഉണ്ട്, H ഉണ്ട്, IMO, TUVW മുതലായവ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജിന്റെ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? അപ്പൊ ഒരെണ്ണത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? നമ്മുടെ ലാറ്ററൽ ഇൻവേർഷൻ. വേറെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൺ ബൈ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് നമുക്കൊരു ഇറക്റ്റ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, അത് എങ്ങനത്തെയാണ്? വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, സൈസ് ഓഫ് ദി ഇമേജും അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്തത്, ഇമേജസ് ഫോംഡ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദ മിറർ ആസ് ദി ഒബ്ജക്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ മിറർ ആൻഡ് ദ ഒബ്ജക്റ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദി പ്ലെയിൻ മിറർ, അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇനി അടുത്തത് ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ ഓർക്കുക. ഒന്ന് ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്, ആ ഒരു ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് സെയിം ആണ്. അതുപോലെ തന്നെ പ്ലെയിൻ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും പ്ലെയിൻ മിററും അതുപോലെ തന്നെ നമ്മുടെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആണ്. ഏതൊക്കെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്? നോ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ദ പ്രോസസ് ഓഫ്, ഏതാണിടാ? റേഡിയേഷൻ. അപ്പൊ റേഡിയേഷൻ എന്ന രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മീഡിയം ആവശ്യമില്ല. അടുത്ത ചോദ്യം എന്താണ്? എ കോൾഡ് സ്റ്റീൽ സ്പൂൺ ഈസ് ഡിപ്പഡ് ഇൻ എ കപ്പ് ഓഫ് ഹോട്ട് മിൽക്ക്. ഇറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ടു ഇറ്റ്സ് അതർ എൻഡ് ബൈ ദ പ്രോസസ് ഓഫ്, എന്തായിരിക്കും? കണ്ടക്ഷൻ. അതായത് നമ്മൾ ഒരു സ്റ്റീലിന്റെ സ്പൂണ് നമ്മൾ അത്യാവശ്യം നല്ല ചൂടുള്ള ചായയിൽ മുക്കി വെക്കുവാണെങ്കിൽ ആ ഒരു സ്പൂണിന്റെ മറ്റേ എൻഡിൽ വരെ അതിന്റെ ആ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അതിന് കാരണം എന്താണ്? കണ്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഇനി അടുത്ത എന്താണ്? ക്ലോത്ത്സ് ഓഫ് ഡാഷ് കളേഴ്സ് അബ്സോർബ് ഹീറ്റ് ബെറ്റർ ദാൻ എ ക്ലോത്ത്സ് ഓഫ് ലൈറ്റ് കളർ. ഏതാണ് ഇവിടെ ആൻസർ? ഡാർക്ക് കളർ. അപ്പൊ ഡാർക്ക് കളറാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അതേസമയം ലൈറ്റ് കളർ ആണെങ്കിൽ അത് ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഓരോ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.